ഹായ് എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഇന്നൊരു കേക്കിന്റെ റെസിപ്പി നോക്കിയാലോ. ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കേക്കാണ് പ്ലം കേക്ക്. അപ്പോൾ നമുക്ക് പ്ലം കേക്കിന്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റിലുള്ള പ്ലം കേക്കിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിന്റെ കറക്റ്റ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റണം. എന്നിട്ട് അതേ അളവിൽ തന്നെ ഇതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയാണ് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം വീണ്ടും നമുക്കൊരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഗ്രാമ്പൂ, പട്ട, അതുപോലെ ഏലക്ക, ജാതിക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണം. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ചേർത്ത് കൊടുക്കുന്നത് കേക്കിൻ്റെ എല്ലാ വശത്തും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആകാൻ വേണ്ടിയാണ്. മൈദ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ കേക്കിൽ നമ്മളിത് ചേർക്കുമ്പോൾ കേക്കിൻ്റെ അടിവശത്ത് പോയി ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കിടക്കും. അപ്പോൾ ഇതുപോലെ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കേക്കിൻ്റെ എല്ലാ സൈഡിലും ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഒരേ വലുപ്പമുള്ള 4 മുട്ടയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആദ്യം തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ച് എസൻസ് ചേർക്കാം. കുറച്ച് റം എസൻസ് ചേർക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് പ്ലം എസൻസ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഹൈ സ്പീഡിലിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി ഒന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഇത് അളന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരമൽ കളർ ചേർക്കാം. ക്യാരമൽ കളർ ചേർക്കുമ്പോൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊങ്ങി വന്ന എഗ് എല്ലാം താന്നു പോകും. അതിലേക്ക് നമുക്ക് ഇനി സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ചേർക്കുമ്പോൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മളിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഓവറായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കേക്ക് താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ പേപ്പർ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് റേസിൻസും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കേക്കിന് നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ആയ ഓവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 55 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 55 മിനിറ്റ്സ് ടു 1 അവർ ആണ് കേട്ടോ ഈ കേക്കിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ എനിക്കൊരു 55 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. ഇനി ഒരു സ്ക്യൂർ കൊണ്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആ സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്രിസ്മസ് വിഭവമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.